റമദാന്റെ ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10 ഔസതുഹു മഗ്ഫിറത്തുൻ നടുവിലെ 10 മഗ്ഫിറത്തിന്റെതാണ്. ആഖിറു ഇത്ഖും മിനന്നാർ അവസാനത്തെ 10 ഇത്ഖും മിനന്നാറാണ്. എന്താ റഹ്മത്ത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. റഹ്മത്തിന്റെ അസ്ലി റഹ്മത്തിന്റെ മനുഷ്യരൂപമാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഗ്ഫിറത്തോ അതും നബി തങ്ങൾ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏതെങ്കിലും ഒരു മനുഷ്യന് ഞാൻ പുറത്തു കൊടുക്കൂല എന്ന് അല്ലാഹു തആല ഓപ്പണായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബിനെ അടങ്ങാറാക്കിയ ആൾക്ക് മാത്രമേ ഉള്ളൂ. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന പേരായ ഒരാളുണ്ടായിരുന്നു. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ ഒരു യുദ്ധത്തിന് വേണ്ടി പോയി മടങ്ങി വരുന്ന സമയത്ത് ആയിഷ ബി റളിയല്ലാഹു അൻഹ മലമിഷാബിയെ കണ്ടു. ഒട്ടകത്തെ മുട്ടികുത്തിച്ചു, ഒട്ടകക്കട്ടിലിൽ കയറ്റി. ഒട്ടകക്കട്ടിലും രണ്ടാൾക്ക് കയറാൻ പറ്റുമെങ്കിലും മര്യാദ പരിഗണിച്ചിട്ട് അതിൽ കയറാതെ ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് സഫ്വാൻ റളിയല്ലാഹു അൻഹു നടന്നു. ഇതിനെക്കുറിച്ച് മുനാഫിക്കുകൾ വേണ്ടാത്തത് പറഞ്ഞുണ്ടാക്കി. ഔദ്യോഗിക മുനാഫിക്കുകൾ എന്ന് പറയാൻ പറ്റൂല, എന്നാ മുനാഫിക്കുകളാണ് പറഞ്ഞുണ്ടാക്കി. വേണ്ടാത്ത പുരാതി ആരോപണം പറഞ്ഞുണ്ടാക്കി. എന്താ സംഭവിച്ചത് എന്നറിയാതെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നതും പ്രതീക്ഷിച്ചു നിന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നില്ല. നബി തങ്ങൾ വീട്ടിലേക്ക് പോകാതെയായി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എനിക്കൊരു വളർത്തു പൂച്ചയുണ്ടായിരുന്നു. ഞാനൊരു പൂച്ചനെ വളർത്തിയിരുന്നു. ആ പൂച്ചയ്ക്ക് ഞാൻ തന്നെ ഭക്ഷണം കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും. പുന്നാര നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വരാത്ത ചില സന്ദർഭങ്ങളിൽ എന്റെ പൂച്ച എന്നോടൊപ്പം കട്ടിലിൽ കിടക്കുകയും ചെയ്യൽ പതിവുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വരാതിരുന്ന അത്രയും ദിവസം എന്റെ വളർത്തു പൂച്ച എന്റെ അടുക്കൽ വന്നില്ല. അത്രത്തോളം അടങ്ങാറായി. അങ്ങാടിയിലൊക്കെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. സഹാബത്ത് മാർക്കറ്റിൽ വെച്ച് കണ്ടുമുട്ടിയാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അണഞ്ഞുകൂട്ടി പിടിച്ച് കരയിലായിരുന്നു പതിവ്. അത്ര അടങ്ങാറായി. ഒക്കെ ഒരു മനുഷ്യനടങ്ങാറാക്കിയത്. അവസാനം ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ കുറ്റവിമുക്തമായി കാര്യങ്ങൾ തീർന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം ഇയാൾ മരണപ്പെട്ടു. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന ഈ മനുഷ്യൻ. സഹാബത്തിന് അറിയാമായിരുന്നു നബി തങ്ങൾ എന്തായാലും വരാൻ സാധ്യതയില്ലാന്ന്. പക്ഷെ അയാൾക്കൊരു പ്രത്യേകത ഉണ്ട്. അയാൾ 5 വക്തിലും പള്ളിക്ക് വരുന്ന ആളാണ്. സംഗതി മുനാഫിക്കാണ്. 5 വക്തിലും പള്ളിക്ക് ഉണ്ടാവും. എല്ലാ യുദ്ധത്തിനും നബി തങ്ങൾ പോകുമ്പോൾ മൂപ്പനുണ്ടാവും. സഹാബത്ത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, നിസ്കരിച്ചു. മറവ് ചെയ്യാൻ വേണ്ടി ഖബറിലേക്ക് ഇറക്കിയപ്പോൾ അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി വന്നു. വേഗം ഖബർ കണ്ടിറങ്ങിയിട്ട് കാലിന്റെ തുടമ്മക്ക് മയ്യത്ത്